ശാന്തി. മധുരമായ കുട്ടികളെ, തൻ്റെ ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കൂ, ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അവയെല്ലാം നമ്മൾ മുൻപ് അറിഞ്ഞിരുന്നതാണോ? എന്ത് കേട്ടുവോ അതിനെ അർത്ഥസഹിതം മനസ്സിലാക്കി സന്തോഷത്തിൽ ഇരിക്കൂ. ചോദ്യം: നിങ്ങളുടെ ഈ ബ്രാഹ്മണ ധർമ്മത്തിൽ ഏറ്റവും അധികം ശക്തിയുണ്ട്. ഏതൊന്നാണ്? എങ്ങനെ? ഉത്തരം: നിങ്ങളുടെ ഈ ബ്രാഹ്മണ ധർമ്മം ഇങ്ങനെയുള്ളതാണ്. അത് മുഴുവൻ വിശ്വത്തിന്റെയും സദ്ഗതി ശ്രീമത്തിലൂടെ ചെയ്യുന്നു. ബ്രാഹ്മണർ തന്നെയാണ് മുഴുവൻ വിശ്വത്തെയും ശാന്തമാക്കി മാറ്റുന്നത്. നിങ്ങൾ ബ്രാഹ്മണ കുലഭൂഷണർ, ദേവതകളെക്കാൾ ഉയർന്നവരാണ്. നിങ്ങൾക്ക് ബാബയിലൂടെ ഈ ശക്തി ലഭിക്കുന്നു. ബ്രാഹ്മണരായ നിങ്ങൾ ബാബയുടെ സഹായികൾ ആകുന്നു. നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രൈസ് ലഭിക്കുന്നത്. നിങ്ങൾ ബ്രഹ്മാണ്ടത്തിന്റെയും അധികാരിയും വിശ്വത്തിന്റെയും അധികാരി ആകുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ സിക്കിലതെ കുട്ടികൾക്ക് ആത്മീയ പിതാവ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ കുട്ടികൾക്കറിയാം, ആത്മീയ പിതാവ് ഒരു തവണ ഓരോ 5000 വർഷത്തിന് ശേഷവും തീർച്ചയായും വരുന്നു. കൽപ്പം എന്ന പേര് വെച്ചിരിക്കുന്നു. അത് പറയേണ്ടി വരുന്നു. ഈ ഡ്രാമയുടെ അഥവാ സൃഷ്ടിയുടെ ആയുസ് 5000 വർഷമാണ്. ഈ കാര്യങ്ങൾ ഒരേ ഒരു ബാബയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത് ഒരിക്കലും ഏതെങ്കിലും മനുഷ്യന്റെ മുഖത്തു നിന്നും കേൾക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ ആത്മീയ കുട്ടികൾ ഇരിക്കുന്നു. നിങ്ങൾക്കറിയാം, തീർച്ചയായും നമ്മൾ എല്ലാ ആത്മാക്കളുടെയും പിതാവ് ആ ഒന്നാണ്. ബാബ തന്നെയാണ് കുട്ടികൾക്ക് ഇരുന്ന് തന്റെ പരിചയം നൽകുന്നത്. അത് ഒരു മനുഷ്യനും അറിയുന്നില്ല. ആർക്കും അറിയില്ല ഗോഡ് അഥവാ ഈശ്വരൻ എന്ത് വസ്തുവാണ്. ആ ഒന്നിനെ ഗോഡ് ഫാദർ, പിതാവ് എന്ന് പറയുമ്പോൾ വളരെ സ്നേഹം ഉണ്ടാകേണ്ടതാണ്. പരിധിയില്ലാത്ത ബാബയാണ്. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൽ നിന്നും സമ്പത്തും ലഭിക്കുന്നുണ്ടാകും. ഇംഗ്ലീഷിൽ നല്ല ഒരു വാക്കാണ് പറയുന്നത്, ഹെവൻലി ഗോഡ് ഫാദർ. ഹെവൻ എന്ന് പറയുന്നത് പുതിയ ലോകത്തെയും ഹെൽ എന്ന് പറയുന്നത് പഴയ ലോകത്തെയുമാണ്. പക്ഷെ സ്വർഗത്തെ ആരും അറിയുന്നില്ല. സന്യാസിമാർ അംഗീകരിക്കുന്നതേയില്ല. അവർ ഒരിക്കലും ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ് എന്ന് പറയുകയില്ല. ഹെവൻലി ഗോഡ് ഫാദർ എന്ന വാക്ക് വളരെ മധുരമാണ്. ഹെവൻ എന്നത് പ്രശസ്തവുമാണ്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഹെവന്റെയും ഹെല്ലിന്റെയും മുഴുവൻ സൃഷ്ടിചക്രത്തിന്റെയും ആദി മധ്യ അന്ത്യത്തിൻ്റെത് ബുദ്ധിയിൽ തിരിയുന്നു. ആരെല്ലാമാണോ സർവീസബിൾ ആയത് അവരിൽ എല്ലാവരും ഏകരസമായി സർവീസബിൾ ആകുന്നില്ല. നിങ്ങൾ തന്റെ രാജധാനി വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയും, നമ്മൾ ആത്മീയ കുട്ടികൾ ബാബയുടെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബയുടേത് തന്നെയാണ് ശ്രീമദ്. ശ്രീമദ് ഭഗവത്ഗീതയും പാടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആദ്യ നമ്പറിലെ ശാസ്ത്രം. ബാബയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഉടൻ സമ്പത്ത് ഓർമ്മ വരുന്നു. ഈ ലോകത്തിൽ ആർക്കും അറിയില്ല ഗോഡ് ഫാദറിൽ നിന്നും എന്താണ് ലഭിക്കുന്നത്. പ്രാചീന യോഗം എന്ന വാക്ക് പറയുന്നുണ്ട്, പക്ഷേ മനസ്സിലാക്കുന്നില്ല പ്രാചീന യോഗം ആരാണ് പഠിപ്പിച്ചത്. അവരാണെങ്കിൽ കൃഷ്ണൻ തന്നെയാണ് എന്ന് പറയും. കാരണം ഗീതയിൽ കൃഷ്ണന്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ തന്നെയാണ് രാജയോഗം പഠിപ്പിച്ചത്. അതിലൂടെ എല്ലാവരും
മുക്തിയും ജീവൻ മുക്തിയും നേടുന്നു. ഇതും മനസ്സിലാക്കുന്നുണ്ട്. ഭാരതത്തിൽ തന്നെയാണ് ശിവബാബ വന്നിരുന്നത്. ആ ഒന്നിന്റെ ജയന്തിയും ആഘോഷിക്കുന്നു. പക്ഷേ ഗീതയിൽ പേര് അപ്രത്യക്ഷം ആയതിലൂടെ മഹിമയും അപ്രത്യക്ഷമായി. ആരിൽ നിന്നുമാണോ മുഴുവൻ ലോകത്തിനും സുഖവും ശാന്തിയും ലഭിക്കുന്നത്, ആ ബാബയെ മറന്നുപോയി. ഇതിനെ പറയുന്നത് തന്നെ ഒരേ ഒരു തെറ്റിന്റെ നാടകം എന്നാണ്. ഏറ്റവും വലിയ തെറ്റ് ബാബയെ അറിയുന്നില്ല എന്നതാണ്. ചിലപ്പോൾ പറയുന്നു ആ ഒന്ന് നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്. പിന്നെ പറയുന്നു മത്സ്യം കൂർമ്മ അവതാരം എന്ന്, കല്ലിലും മണ്ണിലും ഉണ്ട് എന്ന്. തെറ്റിലും തെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പടികൾ ഇറങ്ങി വരുന്നു, കലകൾ കുറഞ്ഞു വരുന്നു, തമോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് സ്വർഗത്തിന്റെ രചയിതാവായ ബാബയെ, ആരാണോ ഭാരതത്തെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റിയത്, ആ ഒന്നിനെ കല്ലിലും മണ്ണിലും എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എങ്ങനെയാണ് പടികൾ ഇറങ്ങി വന്നത്. ആർക്കും ഒന്നും അറിയില്ല. ഡ്രാമ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകം എപ്പോൾ മുതൽ ഉണ്ടായി? പുതിയ സൃഷ്ടി എപ്പോൾ ഉണ്ടായിരുന്നു? അപ്പോൾ പറയും 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന്. പഴയ ലോകത്തിൽ ഇനിയും വളരെയധികം വർഷങ്ങൾ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെയാണ് അജ്ഞാന അന്ധകാരം എന്ന് പറയുന്നത്. മഹിമയുമുണ്ട്. ജ്ഞാന അഞ്ജനം സദ്ഗുരു നൽകി, അജ്ഞാന അന്ധകാരം വിനാശമായി എന്ന്. നിങ്ങൾ മനസ്സിലാക്കുന്നു, രചയിതാവായ ബാബ തീർച്ചയായും സ്വർഗം തന്നെ രചിക്കും. ബാബ തന്നെ വന്ന് നരകത്തെ സ്വർഗമാക്കി മാറ്റുന്നു. രചയിതാവായ ബാബ തന്നെ വന്ന് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. വരുന്നതും അന്തിമത്തിലാണ്. സമയം എടുക്കുന്നുവല്ലോ. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ജ്ഞാനത്തിൽ ഇത്രയും സമയം എടുക്കുന്നില്ല, എത്രയാണോ ഓർമ്മയുടെ യാത്രയിൽ എടുക്കുന്നത്. 84 ജന്മങ്ങളുടെ കഥ ഒരു കഥ പോലെയാണ്. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ആരുടെ രാജ്യമായിരുന്നു എന്നും ആ രാജ്യം എവിടെ പോയി എന്നും കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ മുഴുവൻ നോളജുമുണ്ട്. നിങ്ങൾ എത്ര സാധാരണമാണ്. അജാമളനെ പോലെ പാപിയും അഹല്യമാരെയും കുബ്ജകളെയും, അതായത് കൂനുള്ളവരെയും കാട്ടുജാതിക്കാരെയും എത്ര ഉയർന്നവരാക്കി മാറ്റുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എന്തിൽ നിന്നും എന്തായിരിക്കുന്നു. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, പഴയ ലോകത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ നോക്കൂ എന്താണ്. മനുഷ്യർ ഒന്നും അറിയുന്നില്ല. സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ തന്റെ ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കൂ, മുൻപ് ഇത് അറിയാമായിരുന്നോ? ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ അറിയുന്നുണ്ട്. ബാബ വീണ്ടും വന്ന് നമ്മളെ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നു. വിശ്വത്തിന്റെ ചക്രവർത്തി പദം എന്താണ് എന്ന് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. വിശ്വം എന്നാൽ മുഴുവൻ ലോകം. നിങ്ങൾക്കറിയാം, ബാബ നമുക്ക് ഇങ്ങനെയുള്ള രാജ്യം നൽകുന്നു. അതിനെ നമ്മിൽ നിന്നും അരക്കൽപ്പം വരെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. അതിനാൽ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ബാബയിൽ നിന്നും എത്ര തവണ രാജ്യം എടുത്തിട്ടുണ്ട്. ബാബ സത്യമാണ്, സത്യമായ ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. എപ്പോഴെങ്കിലും കേട്ടിട്ട് പോലുമില്ല. ഇപ്പോൾ അർത്ഥസഹിതം നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ കുട്ടികളാണ്. ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നു. ഇക്കാലത്ത് ബാല്യത്തിൽ തന്നെ ഗുരുവിനെ സ്വീകരിക്കുന്നു. ഗുരുവിന്റെ ചിത്രമുണ്ടാക്കിയും കഴുത്തിൽ അണിയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വയ്ക്കുന്നു.
ഇവിടെയാണെങ്കിൽ അതിശയം തന്നെ. അച്ഛൻ, ശിക്ഷകൻ, സദ്ഗുരു എല്ലാം ഒന്നു തന്നെയാണ്. ബാബ പറയുന്നു, ഞാൻ കൂടെ കൊണ്ടുപോകും. നിങ്ങളോട് ചോദിക്കും, എന്താണ് പഠിക്കുന്നത്? പറയൂ, നമ്മൾ പുതിയ ലോകത്തിൽ രാജപദം പ്രാപ്തമാക്കുന്നതിനായി രാജയോഗം പഠിക്കുന്നു. ഇത് രാജയോഗമാണ്. ഇതുപോലെ ബാരിസ്റ്റർ യോഗമുണ്ട്. അപ്പോൾ തീർച്ചയായും ബുദ്ധിയുടെ യോഗം ബാരിസ്റ്ററിന്റെ നേർക്കായിരിക്കും. ടീച്ചറിനെ തീർച്ചയായും ഓർമ്മിക്കുമല്ലോ. നിങ്ങൾ പറയും, നമ്മൾ സ്വർഗത്തിന്റെ രാജപദം പ്രാപ്തമാക്കുന്നതിനായി പഠിക്കുന്നു. ആരാണ് പഠിപ്പിക്കുന്നത്? ശിവ് ബാബ, ഭഗവാൻ. ആ ഒന്നിന്റെ പേര് ഒന്ന് തന്നെയാണ്. അതാണ് തുടർന്നു വരുന്നത്. രഥത്തിന്റെ പേരല്ല. എന്റെ നാമം ശിവൻ എന്ന് തന്നെയാണ്. ബാബയെ ശിവൻ എന്നും രഥത്തെ ബ്രഹ്മാവ് എന്നും പറയും. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് എത്ര വണ്ടർഫുൾ ആണ്. ശരീരമാണെങ്കിൽ ഒന്ന് തന്നെയാണ്. ഇതിനെ ഭാഗ്യശാലി രഥം എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം ശിവ് ബാബയുടെ പ്രവേശനം ഉണ്ട്. അപ്പോൾ തീർച്ചയായും 2 ആത്മാക്കൾ ഇരിക്കുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. മറ്റാർക്കും ഈ ചിന്ത പോലും വരുന്നില്ല. ഇപ്പോൾ കാണിക്കുന്നുണ്ട്, ഭാഗീരഥൻ ഗംഗയെ കൊണ്ടുവന്നു. ഏത് ജലമാണ് കൊണ്ടുവന്നത്? ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൽ കാണുന്നുണ്ട്. എന്താണ് കൊണ്ടുവന്നത്? ആരാണ് കൊണ്ടുവന്നത്? ആരാണ് പ്രവേശിച്ചത്? ബാബയാണല്ലോ ചെയ്തത്. മനുഷ്യനിൽ ജലം പ്രവേശിക്കുന്നില്ല. ജഡയിൽ നിന്നും ജലം വരികയുമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. പറയുന്നത് തന്നെ റിലീജിയൻ ഇസ് മൈറ്റ് എന്നാണ്. റിലീജിയനിൽ ശക്തിയുണ്ട്. പറയൂ, ഏറ്റവും അധികം ശക്തി ഏത് റിലീജിയനിലാണുള്ളത്? ബ്രാഹ്മണ റിലീജിയനിൽ. അതെ, ഇത് ശരിയാണ്. ഏതെല്ലാം ശക്തിയുണ്ടോ ബ്രാഹ്മണ ധർമ്മത്തിൽ തന്നെയാണ് ഉള്ളത്. മറ്റൊരു റിലീജിയനിലും ശക്തിയില്ല. നിങ്ങൾ ഇപ്പോൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർക്ക് ശക്തി ലഭിക്കുന്നത് ബാബയിൽ നിന്നാണ്. പിന്നെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. നിങ്ങളിലും എത്ര വലിയ ശക്തിയുണ്ട്. നിങ്ങൾ പറയും, നമ്മൾ ബ്രാഹ്മണ ധർമ്മത്തിലേതാണ്. ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുകയില്ല. വിരാട് രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതും പകുതിയാണ്. അതായത് അപൂർണമാണ്. മുഖ്യമായി രചയിതാവിനെയും ആ ഒന്നിന്റെ ആദ്യത്തെ രചനയെയും ആരും അറിയുന്നില്ല. ബാബ രചയിതാവാണ്. പിന്നെ ബ്രാഹ്മണർ കുടുമിയാണ്. ഇതിൽ ശക്തിയുണ്ട്. ബാബയെ കേവലം ഓർമ്മിക്കുന്നതിലൂടെ ശക്തി ലഭിക്കുന്നു. കുട്ടികളാണെങ്കിൽ തീർച്ചയായും നമ്പർ വാർ തന്നെയാണ് ആവുക. നിങ്ങൾ ഈ ലോകത്തിൽ സർവോത്തമ ബ്രാഹ്മണ കുലഭൂഷണരാണ്. ദേവതമാരെക്കാൾ ഉയർന്നവരാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ശക്തി ലഭിക്കുന്നു. ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ബ്രാഹ്മണ ധർമ്മത്തിലാണ്. ബ്രാഹ്മണർ എന്താണ് ചെയ്യുന്നത്? മുഴുവൻ വിശ്വത്തെയും ശാന്തമാക്കി മാറ്റുന്നു. നിങ്ങളുടെ ധർമ്മം ഇങ്ങനെയുള്ളതാണ്. അത് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു ശ്രീമത്തിലൂടെ. അതിനാൽ ബാബ പറയുന്നു, നിങ്ങളെ എന്നേക്കാൾ ഉയർന്നതാക്കി മാറ്റുന്നു. നിങ്ങൾ ബ്രഹ്മാണ്ടത്തിന്റെയും അധികാരിയും വിശ്വത്തിന്റെയും അധികാരിയും ആകുന്നു. മുഴുവൻ വിശ്വത്തിന്റെ മേലും നിങ്ങൾ രാജ്യം ഭരിക്കും. ഇപ്പോൾ പാടുന്നുണ്ടല്ലോ, ഭാരതം നമ്മുടെ ദേശമാണ്. ചിലപ്പോൾ മഹിമയുടെ ഗീതം പാടുന്നു. ചിലപ്പോൾ പിന്നെ പറയുന്നു, ഭാരതത്തിന്റെ അവസ്ഥ എന്താണ് ആയിരിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഭാരതം എപ്പോഴാണ് ഇത്രയും ഉയർന്നതായിരുന്നത് എന്ന്. മനുഷ്യരാണെങ്കിൽ മനസ്സിലാക്കുന്നു, സ്വർഗം അഥവാ നരകം ഇവിടെ തന്നെയാണ്. ആർക്കാണോ ധനവും വാഹനവും മറ്റും ഉള്ളത് അവർ സ്വർഗത്തിലാണെന്ന്.
സ്വർഗം എന്ന് പറയുന്നത് തന്നെ പുതിയ ലോകത്തെയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇവിടെ എല്ലാം പഠിക്കണം. സയൻസിന്റെ കല അല്ലെങ്കിൽ വൈദഗ്ധ്യവും അവിടെ ഉപയോഗത്തിൽ വരുന്നു. ഈ സയൻസും അവിടെ സുഖം നൽകുന്നു. ഇവിടെയാണെങ്കിൽ ഇവയെല്ലാത്തിൽ നിന്നും അല്പകാലത്തെ സുഖമാണുള്ളത്. അവിടെ കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി ഇത് സ്ഥായിയായ സുഖമായി മാറും. ഇവിടെ എല്ലാം പഠിക്കേണ്ടതുണ്ട്. പിന്നെ ആ സംസ്കാരം കൊണ്ടുപോകും. ഏതെങ്കിലും പുതിയ ആത്മാക്കൾ വരികയൊന്നുമില്ല ഇങ്ങനെ പഠിക്കുവാനായി. ഇവിടെയുള്ള കുട്ടികൾ തന്നെയാണ് സയൻസ് പഠിച്ച് അവിടേക്ക് പോകുന്നത്. വളരെയധികം സമർത്ഥരാകും. എല്ലാ സംസ്കാരവും എടുത്തുകൊണ്ടു പോകും. പിന്നെ അവിടെ ഉപയോഗത്തിൽ വരും. ഇപ്പോഴുള്ളത് അല്പകാലത്തെ സുഖമാണ്. പിന്നെ ഈ ബോംബും മറ്റും എല്ലാവരെയും ഇല്ലായ്മ ചെയ്യും. മൃത്യു ഇല്ലാതെ ശാന്തിയുടെ രാജ്യം എങ്ങനെ ഉണ്ടാകും? ഇവിടെയാണെങ്കിൽ അശാന്തിയുടെ രാജ്യമാണ്. ഇതും നിങ്ങളിൽ നമ്പർ വാറായാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് പോകും. പിന്നെ സുഖധാമത്തിലേക്ക് വരും. സുഖത്തിൽ ബാബ വരുന്നതേയില്ല. ബാബ പറയുന്നു, എനിക്കും വാനപ്രസ്ഥ ശരീരം ആവശ്യമാണല്ലോ. ഭക്തി മാർഗത്തിലും സർവരുടെയും കാമനകൾ പൂർത്തിയാക്കി വന്നു. സന്ദേശികൾക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഭക്തർ തപസ്യയും പൂജയും ആദിയായവ ചെയ്യുന്നത്. ദേവിമാരെ അലങ്കരിച്ച് പൂജയും മറ്റും ചെയ്ത് പിന്നെ സമുദ്രത്തിൽ മുക്കി താഴ്ത്തുന്നു. എത്ര ചിലവുണ്ടാകുന്നു? ചോദിക്കൂ, ഇത് എപ്പോൾ മുതൽ ആരംഭിച്ചു? അപ്പോൾ പറയും, പരമ്പരയായി തുടർന്നു വരുന്നു എന്ന്. എത്ര അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതും എല്ലാം ഡ്രാമയാണ്. ബാബ വീണ്ടും വീണ്ടും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ നിങ്ങളെ വളരെയധികം മധുരമാക്കി മാറ്റുവാൻ വന്നിരിക്കുന്നു. ഈ ദേവതമാർ എത്ര മധുരമാണ്. ഇപ്പോഴാണെങ്കിൽ മനുഷ്യർ എത്ര കയ്പ് നിറഞ്ഞവരാണ്. ആരാണോ ബാബയെ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരുന്നത് അവരെ തന്നെയാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പൂജയും ഉണ്ടാകുന്നു. പദവിയും ഉയർന്നത് നിങ്ങൾ പ്രാപ്തമാക്കുന്നു. ബാബ സ്വയം പറയുന്നു, ഞാൻ നിങ്ങളെ എന്നേക്കാളും ഉയർന്നതാക്കി മാറ്റുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റേതാണ് ശ്രീമത്. ഗീതയിലും ശ്രീമത് പ്രസിദ്ധമാണ്. കൃഷ്ണനാണെങ്കിൽ ഈ സമയം ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. കൃഷ്ണന്റെ ആത്മാവിന്റെ രഥത്തിൽ ബാബ പ്രവേശിച്ചിരിക്കുന്നു. എത്ര വണ്ടർഫുൾ ആയ കാര്യമാണ്. ഒരിക്കലും ആരുടെയും ബുദ്ധിയിൽ വരികയില്ല. മനസ്സിലാക്കുന്നവർക്ക് പോലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വലിയ പ്രയത്നമായി തോന്നുന്നു. ബാബ എത്ര നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ എഴുതുന്നു, സർവോത്തമ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണൻ. നിങ്ങൾ ഉയർന്ന സർവീസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൈസ് ലഭിക്കുന്നു. നിങ്ങൾ ബാബയുടെ സഹായിയാകുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രൈസ് ലഭിക്കുന്നു. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച്. നിങ്ങളിലും വലിയ ശക്തിയുണ്ട്. നിങ്ങൾക്ക് മനുഷ്യരെ സ്വർഗത്തിന്റെ അധികാരിയാക്കുവാൻ സാധിക്കും. നിങ്ങൾ ആത്മീയ സേനയാണ്. നിങ്ങൾ ഈ ബാഡ്ജ് ധരിക്കുകയില്ലെങ്കിൽ മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കും ഇതും ആത്മീയ മിലിറ്ററിയാണ് എന്ന്? മിലിറ്ററിക്കാർ എപ്പോഴും ബാഡ്ജ് ധരിക്കുന്നു. ശിവബാബ പുതിയ ലോകത്തിന്റെ രചയിതാവാണ്. അവിടെ ഈ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ ബാബ പറയുന്നു, മന്മനാഭവ, ദേഹസഹിതം എല്ലാ സംബന്ധവും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ കൃഷ്ണന്റെ രാജധാനിയിൽ വരും. ഇതിൽ ലജ്ജയുടെ കാര്യമേ ഇല്ല. ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കും.
ബാബ ഇദ്ദേഹത്തെക്കുറിച്ചും പറയുന്നു, ഇദ്ദേഹം നാരായണന്റെ പൂജ ചെയ്തിരുന്നു. നാരായണന്റെ മൂർത്തി ഒപ്പം ഉണ്ടായിരുന്നു. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴുമെല്ലാം അതിനെ നോക്കുമായിരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. ബാഡ്ജ് തീർച്ചയായും അണിഞ്ഞിരിക്കണം. നിങ്ങൾ നരനിൽ നിന്നും നാരായണൻ ആകുന്നവരാണ്. രാജയോഗവും നിങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നരനിൽ നിന്നും നാരായണൻ ആക്കുന്നതിന്റെ സർവീസ് ചെയ്യുന്നു. സ്വയം നോക്കണം, നമ്മളിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. കുട്ടികളായ നിങ്ങൾ ബാബ് ദാദയുടെ അടുക്കൽ വരുന്നു. ബാബയാണ് ശിവ് ബാബ, ദാദായാണ് ആ ഒന്നിന്റെ രഥം. ബാബ തീർച്ചയായും രഥത്തിലൂടെ ആയിരിക്കുമല്ലോ കൂടിക്കാഴ്ച നടത്തുക. ബാബയുടെ അടുക്കൽ വരുന്നു റിഫ്രഷ് ആകുവാൻ. സന്മുഖത്ത് ഇരിക്കുന്നതിലൂടെ ഓർമ്മ വരുന്നു. ബാബ വന്നിരിക്കുകയാണ് കൊണ്ടുപോകുവാൻ. ബാബ സന്മുഖത്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഓർമ്മ വരേണ്ടതാണ്. തന്റെ ഓർമ്മയുടെ യാത്രയെ അവിടെയും നിങ്ങൾക്ക് ദിവസവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം നോക്കണം, നമ്മളിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. ഏതുപോലെ ദേവതമാർ മധുരമാണോ അതുപോലെ മധുരമായോ? ബാബയുടെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതമനുസരിച്ച് നടന്ന് തന്റെ രാജധാനി സ്ഥാപിക്കണം. സർവീസുകൾ ആകുന്നതിനായി സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെയും ഹെവന്റെയും ഹെല്ലിന്റെയും ജ്ഞാനം ബുദ്ധിയിൽ തിരിക്കണം. വരദാനം: ഈശ്വരീയ സേവകനാണ് എന്ന സ്മൃതിയിലൂടെ സഹജ ഓർമ്മയുടെ അനുഭവം ചെയ്യുന്ന സഹജ യോഗിയായി ഭവിക്കട്ടെ. ഈശ്വരീയ സേവകൻ എന്നാൽ ഈശ്വരൻ അഥവാ ബാബ ഏതൊരു സേവനം നൽകിയോ ആ സേവനത്തിൽ സദാ തൽപരരായി ഇരിക്കുന്നവർ. സദാ ഈ ലഹരി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സ്വയം ഈശ്വരനാണ് സേവനം നൽകിയിരിക്കുന്നത്. കാര്യം ചെയ്യുമ്പോൾ ആരാണോ കാര്യം നൽകിയത് ആ ഒന്നിനെ ഒരിക്കലും മറക്കാറില്ല. അപ്പോൾ കർമ്മണ സേവനത്തിലും ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹജ ഓർമ്മയുടെ അനുഭവം ചെയ്ത് സഹജയോഗിയായി മാറും. സ്ലോഗൻ: സദാ ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫിൻ്റെ സ്മൃതി ഉണ്ടായിരിക്കട്ടെ. എങ്കിൽ മായയ്ക്ക് സമീപം വരുവാൻ സാധിക്കില്ല. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപം ആക്കൂ. എത്രത്തോളം സ്ഥാപനയ്ക്ക് നിമിത്തമായ ജ്വാലാരൂപം ആകുമോ അത്രയും തന്നെ വിനാശജ്വാല പ്രത്യക്ഷമാകും. സംഘടിത രൂപത്തിൽ ജ്വാലാരൂപത്തിൻ്റെ ഓർമ്മ വിശ്വത്തിൻ്റെ വിനാശത്തിൻ്റെ കാര്യം സമ്പന്നമാക്കും. ഇതിനുവേണ്ടി ഓരോ സേവാകേന്ദ്രത്തിലും വിശേഷ യോഗത്തിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ വിനാശജ്വാലയ്ക്ക് ചിറക് വരും. യോഗാഗ്നിയിലൂടെ വിനാശത്തിൻ്റെ അഗ്നി ജ്വലിക്കും. ജ്വാലയിലൂടെ ജ്വാല പ്രജ്വലിതമാകും. ഓം ശാന്തി. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. വിശ്വമംഗളകാരിയായ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ഖജനാവുകൾ ഞാൻ ഈ വിശാല സേവനത്തിനായി വിനിയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ സങ്കല്പശക്തി കൊണ്ട് ഈ വിശ്വത്തിൻ്റെ പരിധിയില്ലാത്ത സേവനം ചെയ്യുവാനായി എൻ്റെ
ആത്മസ്വരൂപത്തെ സജ്ജമാക്കുകയാണ്. എൻ്റെ സങ്കല്പശക്തിയെയും സമയത്തിൻ്റെ ശക്തിയെയും വ്യർത്ഥമാക്കാതെ സമ്പൂർണ്ണ സമർത്ഥമാക്കി ഈ വിശാല സേവനത്തിന് നിമിത്തമാകുന്ന സഹയോഗി ആത്മാവാണ് ഞാൻ. എൻ്റെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ ശുഭഭാവനയിലൂടെയും മംഗള ഭാവനയിലൂടെ മുഴുവൻ വിശ്വത്തിലും ആത്മീയതയുടെ അലകൾ ഇപ്പോൾ വ്യാപിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അലകൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്. ഈ വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കളിൽ, പ്രതീക്ഷയറ്റ ആത്മാക്കളിൽ ശ്രേഷ്ഠ ഭാവിയുടെ പുതിയ പ്രതീക്ഷകൾ ഉണർന്നു വരട്ടെ. അവരിലെ ഭയഭീതികൾ അകലട്ടെ, നിരാശകൾ നീങ്ങട്ടെ, സന്തോഷത്തിൻ്റെ അലകൾ അവരിൽ ഉൽപ്പന്നമാകട്ടെ.